തിരുവചന സന്ദേശം നമുക്ക് കേൾക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ തിരുവചനങ്ങൾ. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശുവും വന്ന് അവരുടെ മധ്യ നിന്ന് അവരോട് പറഞ്ഞ്, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരോട് വിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി. ഏറ്റവും സ്നേഹം നിറഞ്ഞ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞനിയത്തിമാരെ, അനുജന്മാരെ, നമുക്കൊന്ന് സ്തുതി പറയാം. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സന്തോഷത്തോട് സ്തുതി പറയാം. ഈ തിരുവചന സന്ദേശത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് യേശുവിൻ്റെ അരികിലേക്ക് ആയിരങ്ങൾ, പതിനായിരങ്ങൾ അവൻ്റെ അരികിലേക്ക് കടന്നു വന്നതിൻ്റെ രഹസ്യത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ കാരണം മറ്റൊന്നുമല്ല, യേശു ജനങ്ങൾക്ക് സമാധാനമായിരുന്നു. യേശു ജനങ്ങൾക്ക് ആശ്വാസമായിരുന്നു. എഫെസ്യർക്കെതിരെ ലേഖനത്തിൽ 2-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ ഇപ്രകാരം കാണുന്നു, കാരണം അവൻ നമ്മുടെ സമാധാനമാണ്. അവൻ നമ്മുടെ സമാധാനമാണ്. ഇരു കൂട്ടരുടെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. സ്വരമതി പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് മനുഷ്യൻ്റെ കൈവശമുള്ളത് എന്തായിരിക്കും? നമ്മളത് ആത്മശോധന ചെയ്യണം. ഉത്തരം ഇപ്രകാരമായിരിക്കും നമുക്ക് പറയാനായിട്ടുള്ളത്. ഒന്നില്ലെങ്കിൽ പണമെന്നായിരിക്കാം, അല്ലെങ്കിൽ സ്വർണമെന്നായിരിക്കാം, അല്ലെങ്കിൽ സമ്പത്തായിട്ട് പറമ്പെന്നായിരിക്കാം. പക്ഷേ ഇവിടെ ഈ കാലഘട്ടത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഇന്ന് പ്രായം നോക്കാതെ നമുക്ക് പറയാൻ സാധിക്കും, ഇന്ന് ഒന്ന് മാത്രമേ നമ്മുടെ കൈവശമുള്ളൂ, ടെൻഷനാ. എല്ലാവർക്കും ടെൻഷനാ. ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിനെ കുറിച്ച് ടെൻഷൻ, ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയെക്കുറിച്ചും മക്കളെക്കുറിച്ചും ടെൻഷനാണ്. കാരണം എന്താ? അത് വേറൊന്നുമല്ല, ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. നമ്മളൊന്ന് ആത്മശോധന ചെയ്യണം. ശരിയല്ലേ? ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. പിതാവിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക സ്ഥിതി ഓർത്തുള്ള ടെൻഷനായിരിക്കും. എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ മക്കൾക്ക് പണമുണ്ടാക്കണം, അവരുടെ കാര്യങ്ങളെക്കുറിച്ച് ഉത്കണ്ഠയും ആകുലതകളാണ്. ഈ നിമിഷങ്ങളിലെല്ലാം നാം ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈശോ വളരെ വ്യക്തമായിട്ട് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. തൻ്റെ ജീവിതത്തിലേക്ക്, യേശുവിൻ്റെ ജീവിതത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ വളരെ വ്യക്തമായിട്ട് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 27-ാം തിരുവചനം വളരെ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ഉത്കണ്ഠയും ആയുസ്സിന് ധൈര്യം
ഒരു മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? കരങ്ങളെത്തി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആകുലതയെക്കുറിച്ചുള്ള യേശുവിൻ്റെ പ്രബോധനം വളരെ മനോഹരമാണ്. ആകുലതപ്പെടുന്ന ഒരു അപ്പനെക്കുറിച്ച്, ഒരമ്മയെക്കുറിച്ച്, യുവതിയോക്കളെക്കുറിച്ച് ഈശോ വളരെ മനോഹരമായി പങ്കുവെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ 28 ഇപ്രകാരം കാണുന്നു. അവിടെ വേറെ ഒന്നുമല്ല എഴുതി വച്ചിരിക്കുന്നത്, അധ്വാനിക്കുന്നവരും കനത്ത ഭാരം ചുമക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കരങ്ങളടിച്ചെന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തി ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷം എന്നെ കേൾക്കുന്ന ഓരോ കുടുംബങ്ങളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അരികിൽ ഈശോ വന്നിട്ടുണ്ട്. നീ രോഗിയാണോ? നീ പാപിയാണോ? നിന്നെ ആർക്കും വേണ്ടേ? നീ ആകുലപ്പെടുന്നുണ്ടോ? ഉത്കണ്ഠപ്പെടുന്നുണ്ടോ? എങ്കിൽ ഈശോ പറയുന്നു, നീ എന്നെ കേൾക്കുക, നീ എൻ്റെ അരികിലേക്ക് വരിക. ഈശോ നിന്നെ കരങ്ങൾ നീട്ടി വിളിക്കുകയാണ്. കാരണം ഈശോ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയമുള്ളവനാകയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് നിങ്ങൾ പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. കരങ്ങളെത്തിന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി നോക്കുന്നു, ഏറ്റു പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, എനിക്ക് ആശ്വാസമായി, എനിക്ക് സമാധാനമായി, എനിക്ക് നിത്യജീവനായി, രോഗശാന്തിയായി കടന്നു വരണമേ, കടന്നു വരണമേ. അതേ പ്രിയപ്പെട്ടവരെ, ഈശോയെ അറിഞ്ഞ് ഒരു വ്യക്തി പോലും പറയില്ല ഈശോ എനിക്ക് സമാധാനമല്ല എന്ന് പറയില്ല. ഈശോയെ അറിഞ്ഞ ഒരു വ്യക്തി പോലും പറയില്ല എനിക്ക് ഈശോ ആശ്വാസമായില്ല എന്ന് പറയാൻ സാധിക്കുമോ? ഒരു രോഗി പറയില്ല എനിക്ക് ഈശോ സൗഖ്യമായില്ല എന്ന് പറയാൻ സാധിക്കുമോ? ആ 2000 വർഷങ്ങൾക്ക് മുമ്പ് അപ്പോസ്തലന്മാരെ കൂടെ നടന്നുകൊണ്ട് ഈശോ അന്നും ഇന്നും സമാധാനം നൽകിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ, നമ്മുടെ തൊട്ടരികിൽ ഈശോ സമാധാനമായിട്ടുണ്ട്. ഫിലിപ്പിയർക്കാർക്ക് ലേഖനത്തിൽ വളരെ വ്യക്തമായ 3-ാം അധ്യായത്തിൽ 12 മുതൽ തിരുവചനത്തിൽ പ്രകാരം കാണുന്നു, ഇത് എനിക്ക് കിട്ടിക്കഴിഞ്ഞെന്നോ ഞാൻ പരിപൂർണനായെന്നോ അർത്ഥമില്ല. ഇത് സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ തീവ്രമായി പരിശ്രമിക്കുന്നു. യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. വലതുകാരമൂർത്തി പറഞ്ഞ് യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. എല്ലാ രോഗികളെന്ന് പറഞ്ഞ് യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു, സ്വന്തമാക്കിയിരിക്കുന്നു. സഹോദരങ്ങളെ, ഞാൻ തന്നെ ഇനിയും ഇത് സ്വന്തമാക്കി എന്ന് കരുതുന്നില്ല എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. പൗലോസ്ലീഹ പറയുന്നത് ജയിലിൽ കിടന്നുള്ള പറയുന്നത്. ജയിലിലെ ബന്ധനത്തിലാണ്, ജനം ബന്ധിച്ചു, ജയിലിൽ അടച്ചു. യേശു രക്ഷകനാണെന്നും യേശു ദൈവമാണെന്നും ഏറ്റു പറയുന്നവരെല്ലാവരും രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞ പൗലോസ്ലീഹയെ ജയിലടച്ചു. ജയിലടച്ച നിമിഷത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പ ജനത്തെ നോക്കിക്കൊണ്ട് പറയാണ്, ഈ അവസ്ഥകളിലും യേശു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. രോഗക്കിടക്കെ കിടക്കുന്ന നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? കടക്കിടയിൽ വീണിരിക്കുന്ന നിങ്ങൾക്ക് പറയാൻ സാധിക്കോ? ഈ അവസ്ഥയിലും യേശു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു പറയാൻ കഴിയുമെങ്കിൽ നമുക്ക് ഒരുമിച്ച് പറയാം. വലതുകരങ്ങൾ ഉയർത്തി എല്ലാവരും പറയട്ടെ, യേശു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. വിശ്വാസത്തോടെ പറഞ്ഞു, യേശു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു, സ്വന്തമാക്കിയിരിക്കുന്നു, സ്വന്തമാക്കിയിരിക്കുന്നു. പൗലോസ്ലീഹ കഠിനമായി അധ്വാനിച്ചു. യേശുവിനെ സ്വന്തമാക്കുവാൻ തന്നെ തന്നെ സമ്പൂർണമായി സമർപ്പിച്ചു. നാം സ്വയം പൗലോസ്ലീഹയെ സമർപ്പിച്ചതുപോലെ
നാം സമർപ്പിച്ച് അധ്വാനിക്കണം. യേശുവിനെ സ്വന്തമാക്കുവാൻ എൻ്റെ ജീവിതം മുഴുവനായി നമ്മെ തന്നെ വിട്ടുകൊടുക്കണം. കഠിനമായ അധ്വാനത്തിലൂടെയാണ് യേശുവിനെ നമ്മൾ സ്വന്തമാക്കേണ്ടത്. കാരണം ഫിലിപ്പിയർക്കാർക്ക് ലേഖനത്തിൽ 3-ാം അധ്യായം 20-ാം തിരുവചനത്തിൽ ഇങ്ങനെ കാണുന്നു, എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്, അവിടെ നിന്ന് ഒരു രക്ഷകനെ കർത്താവായ യേശു ക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു. കൈയടിച്ച മഹത്വപ്പെടുത്താം, ശക്തിയോടെ കൈയടിച്ച മഹത്വപ്പെടുത്താം. എല്ലാവരും ഉണർവോടെ കൈയടിക്കട്ടെ. പൗലോസ് ശ്ലീഹ പറയാണ്, യേശുവിനെ അറിഞ്ഞ പൗലോസ് ശ്ലീഹ ജയിലിൽ കിടന്നുകൊണ്ട് പറയാണ്, എൻ്റെ പൗരത്വം ഇവിടെ ഒന്നുമല്ല, എൻ്റെ പൗരത്വം സ്വർഗത്തിലാണ്. ഓരോ ക്രൈസ്തവനും പൗലോസ് ശ്ലീഹ പറഞ്ഞ പോലെ പറയാൻ കഴിയണം. ഞാൻ പറയും, യേശുവിനെ ഹൃദയത്തിൽ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിയും സ്വർഗത്തിന് അവകാശി അത്രേ. കൈയടിച്ച മഹത്വപ്പെടുത്താം, ശക്തിയോടെ കൈയടിക്കട്ടെ. യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിക്കും യേശു നൽകുന്ന സമ്മാനമാണ് സ്വർഗം. ആയതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശുവിനെ സ്വന്തമാക്കുന്ന ഓരോ വ്യക്തികൾക്കും ദാനമായി നൽകുന്നതാണ് നിത്യജീവൻ. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, നാം ഒരു സത്യം അറിയണം. ഈശോ എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. എങ്ങനെയാണ് ഈശോ എന്നെ സ്വന്തമാക്കിയത്? കുരിശ് മരണത്തിലൂടെ. എനിക്ക് വേണ്ടി ജനിച്ചു, എനിക്ക് വേണ്ടി മരിച്ചു, എനിക്ക് വേണ്ടി പീഡനങ്ങളേറ്റു, എനിക്ക് വേണ്ടി ക്രൂശിതനായി 3 നാളുകളാൽ ക്രൂശിക്കപ്പെട്ടു. അവൻ നമുക്ക് വേണ്ടി ചങ്കില് കുത്തിയേറ്റു. അവൻ്റെ ചങ്കിലേക്ക് കുത്തി. ഈ നിമിഷം യേശുവിൻ്റെ ചങ്കിൽ നിന്നും ജീവജലവും ചുടു രക്തവും നമ്മളെ മേൽ ഒഴുകിയിറങ്ങി. ഈ രക്തത്താൽ നമുക്ക് പരിപൂർണമായ വിടുതലും പ്രിയപ്പെട്ടവരെ സ്വർഗത്തിന് അവകാശിയായി നമ്മൾ ഓരോരുത്തരും മാറിക്കഴിഞ്ഞു. ആകയാൽ എന്നെ കേൾക്കുന്ന, എൻ്റെ യേശുവിനെ കേൾക്കുന്ന നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ തളരരുത്, നിങ്ങൾ തളർന്നു പോകരുത്. കാരണം നമുക്ക് സമാധാനമായി ഈശോ നമ്മുടെ കൂടെയുണ്ട്. എനിക്ക് ആശ്വാസമായി ഈശോ എൻ്റെ കൂടെയുണ്ട്. എനിക്ക് നിത്യജീവൻ നൽകുവാൻ ഈശോ എൻ്റെ അരികിലുണ്ട്. ആയതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ നിരാശപ്പെടരുത്, നിങ്ങൾ തളരരുത്. ആരെല്ലാമൊക്കെ നിങ്ങളെ തള്ളിക്കളഞ്ഞാലും, ആരെല്ലാമൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും, നിന്റെ അപ്പനും അമ്മയും ആരെല്ലാമൊക്കെ തള്ളിക്കളഞ്ഞാലും ഒരിക്കലും നമ്മളെക്കുറിച്ച് കരുതലുള്ള ഈശോ നമ്മളെ കൈവിടുകയില്ല. ആയതുകൊണ്ട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഒരു നിമിഷം അവിടുത്തെ നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം വളരെ വ്യക്തമായി 14-ാം അധ്യായത്തിൽ 18 ഇപ്രകാരം അപ്പോസ്തലന്മാരെ നോക്കിക്കൊണ്ട് ഈശോ ഒരു കാര്യം പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. കൈയടിച്ച് മഹത്വപ്പെടുത്താം. ഈശോ പറയാണ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. പ്രൈസ് ദി ലോർഡ്. കരമൂർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ ആകുലത പലപ്പോഴും ഒരു കുടുംബത്തിൻ്റെ സമാധാനം ഇല്ലാതെയാക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ നിന്റെ ജീവിത പങ്കാളിയായിക്കോട്ടെ, നിങ്ങളുടെ മക്കളായിക്കോട്ടെ, ഒരു വ്യക്തി വിചാരിച്ചാൽ നമ്മുടെ കുടുംബത്തിലെ സമാധാനം ഇല്ലാതാക്കാൻ സാധിക്കും. ആയതുകൊണ്ട് ഒരു സത്യം നാം അറിഞ്ഞിരിക്കണം. മാർപ്പാപ്പ പറഞ്ഞില്ലേ, നിനക്ക് ലഭിച്ചിരിക്കുന്ന സമാധാനം ഒരിക്കലും നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് നമ്മുടെ മാർപ്പാപ്പ പറഞ്ഞെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ക്രൈസ്തവരായ നമ്മളുടെ ജീവിതത്തിൽ ഈശോ സമാധാനമാണ്.
ഈ സമാധാനമാണ് നമ്മൾ പ്രഘോഷിക്കേണ്ടത്. ഈ കുടുംബത്തിൽ നമ്മൾ ഏത് സാഹചര്യങ്ങളിലാണോ ആ സാഹചര്യങ്ങളിലെല്ലാം നീ സമാധാനമായി മാറണം, നീ ആശ്വാസമായി മാറണം. ഭാര്യ ഭർത്താവിന് സമാധാനമാകണം, ആശ്വാസമാകണം. ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും സമാധാനം ആശ്വാസമായി തീരണമെങ്കിൽ അതുപോലെ തന്നെ മാതാപിതാക്കൾ മക്കൾക്ക് സമാധാനം നൽകുന്നവരാകണം, ആശ്വാസം നൽകുന്നവരാകണം. നമ്മൾ മാധ്യമങ്ങളിലൂടെ, ടി വിയിലൂടെ, പത്രത്തിലൂടെയൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഓരോ പ്രഭാതത്തിലും നമ്മൾ പത്രങ്ങൾ തുറക്കുമ്പോൾ എന്താ കാണുന്നത്? ഓരോ കുടുംബങ്ങളിൽ വെട്ടിക്കൊലയാ. അപ്പൻ മക്കളെ വെട്ടുന്നു, അപ്പൻ മക്കളെ വെട്ടുന്നു, ഭാര്യയെ കൊല്ലുന്നു. എൻ്റെ ഓർമ്മകളിലോട്ട് കടന്നു വരുമ്പോൾ ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് കേട്ട വലിയൊരു സംഭവമുണ്ട്. അപ്പൻ എല്ലാ ദിവസവും കുടിച്ച് കടന്നു വന്നിട്ട് സ്വന്തം ഭാര്യയോട് പറയും, ഞാൻ മരിക്കോടി, ഞാൻ മരിക്കും, ഞാൻ ചാകുമടി, പക്ഷെ ഞാൻ ചാകുമ്പോൾ എൻ്റെ ഇളയ മകളെ കൊന്നിട്ടേ ഞാൻ പോകുള്ളൂ. ശത്രുതയാ. നമുക്ക് സമാധാനം ഉള്ളിടത്ത് ഒരിക്കലും ശത്രുതയില്ല പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ശത്രുതയില്ല. സമാധാനം ഈശോയാ, ആശ്വാസം ഈശോയാ, സൗഖ്യം ഈശോയാ. ഈശോ ഇല്ലാത്ത ഹൃദയത്തിലാണ് ഈ വെറുപ്പും വിദ്വേഷവും വൈരാഗ്യങ്ങളൊക്കെ വളരുന്നത്. ഒരു ഭർത്താവ് മദ്യം കഴിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി വിചാരിച്ചാൽ ഭാര്യയുടെ സമാധാനവും മക്കളുടെ സമാധാനം ഇല്ലാതാക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം ആ മനുഷ്യൻ കുടിച്ചു വന്നു. അവസാനം ആ മനുഷ്യൻ സ്വന്തം മകളെ കൊന്നിട്ട് ആ മനുഷ്യനും ആത്മഹത്യ ചെയ്ത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കണ്ണു തുറന്ന് നോക്കണം. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഈശോ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നാം പലപ്പോഴും മറന്നു പോകുന്നു. നമ്മളെ പ്രഘോഷണങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു വഴിപഴച്ച് പോയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം വേറൊന്നുമല്ല, 1980 കാലഘട്ടത്തിലേക്ക് ഓരോ ക്രൈസ്തവരും തിരിഞ്ഞൊന്ന് നോക്കണം. തിരിഞ്ഞൊന്ന് നോക്കുമ്പോൾ എൻ്റെ ഓർമ്മകളിൽ കടന്ന ഒരു വലിയ സംഭവമുണ്ട്. അന്നൊക്കെ നമ്മളെ മാർപ്പാപ്പ പറഞ്ഞില്ലേ, നിങ്ങൾ ആരും മതിലുകൾ പണിയരുത്, നിങ്ങൾ ആരും മതിലുകൾ കെട്ടരുത്, നിങ്ങൾ പാലം പണിയുന്നവരായി മാറണം. ഇത് പറഞ്ഞത് വേറെ ആരോടുമല്ല, യേശുവിനറിഞ്ഞ എന്നെയും നമ്മയും നോക്കിക്കൊണ്ടാണ് പറഞ്ഞത്. ഭാര്യ ഒരിക്കലും ഭർത്താവിൻ്റെ സ്നേഹത്തിനെതിരെ മതിലുകൾ പണിയരുത്. ഭർത്താവ് മക്കൾക്കെതിരെ അല്ലെങ്കിൽ അപ്പനമ്മ മക്കൾക്കെതിരെ മതിലുകൾ പണിയരുത്. അയൽവക്കത്തുള്ളവരും സ്വന്തം അയൽവക്കാരോടൊക്കെ നമ്മൾ ഒന്ന് തുറന്ന് സംസാരിച്ചിട്ട് എത്രയും നാളുകളായി. നമ്മൾ ചിന്തിക്കണം, നമ്മൾ മതിലുകൾ പണിയാതെ പാലങ്ങൾ പണിയുന്നവരായി നമ്മൾ മാറണം. എൻ്റെ സ്വന്തം ദേശം വൈപ്പിങ്കരയാ. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊക്കെ എറണാകുളത്തേക്ക് പോയത് ബോട്ടിനൊക്കെയാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. ചുറ്റിനും കടലാണ്, വെള്ളമാണ്. പക്ഷേ ഇന്ന് കണ്ണു തുറന്ന് നോക്കുമ്പോൾ എനിക്ക് അഭിമാനിക്കാൻ കഴിയും, 3-4 ദ്വീപുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഇതാ ആ ദ്വീപിൻ്റെ ഉള്ളിൽ കിടന്ന ജനങ്ങൾക്ക് ഏത് പാതിരായ്ക്കും ഏത് സമയത്തും പോയി കടന്നു വരാൻ സാധിക്കും. അതുകൊണ്ട് ഒരിക്കലും മതിലുകൾ പണിയുന്നവരാകരുത്. നമ്മൾ ഒരിക്കലും അങ്ങനെ ആയിത്തീരരുത് പ്രിയപ്പെട്ടവരെ. പാലങ്ങൾ പണിത് കഴിയുമ്പോൾ അനേകർക്ക് ആ പാലത്തിലൂടെ കടന്നു വരാം. കാരണം മാർപ്പാപ്പ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. കാരണം പാലം അറിയുന്നില്ല, പാലത്തിൻ്റെ പുറത്തുകൂടി ഏതെല്ലാം തരത്തിലുള്ള ജനങ്ങളാണ് പോകുന്നതെന്ന് പാലങ്ങൾ അറിയുന്നുണ്ട്. അപ്പച്ച അറിയുന്നുണ്ട്. അമ്മച്ചി, യുവതീവാക്കളെ, നമ്മൾ കോളേജിലുകളും ഏത് സാഹചര്യത്തിലാണോ അവിടെയൊക്കെ പാലങ്ങൾ പണിയുന്ന ഹൃദയത്തിൻ്റെ ഉപകരണങ്ങളായി മാറണം. യഹൂദരും ശമര്യക്കാരും തമ്മിൽ അവർ മതിലുകൾ കെട്ടി ജീവിക്കുന്നവരായിരുന്നു. യേശു ശമര്യ ഗ്രാമത്തിലേക്ക് ചെന്ന് യാക്കോബിനെ കിണറ്റിനരികിൽ ഇരുന്നു. അതെ, നട്ടുച്ച നേരത്ത് ശിഷ്യന്മാർ ഈശോയ്ക്ക് ഭക്ഷണം വാങ്ങിക്കാൻ പോയ സമയത്ത് ഇതാ ഒരു കുടവുമായി ശമര്യക്കാരി സ്ത്രീ വരുന്നു. അവിടെ വലിയൊരു സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം നിങ്ങളൊന്ന് എടുത്ത് വായിക്കണം. അവിടെ ഈശോ യഥാർത്ഥത്തിൽ മതിലുകൾ ചവിട്ടി പൊളിക്കുകയാണ് ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. വലത് കാര്യം പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ ശമരിയ ഗ്രാമത്തിൽ നിന്ന് സ്ത്രീയുടെ ഹൃദയത്തിലേക്ക് യേശുവിന്റെ ഹൃദയത്തിൽ നിന്നും ഒരു പാലം പണിതു. ആ പാലം പണിതു കഴിഞ്ഞപ്പോൾ അവൾ അറിയാതെ തന്നെ യേശുവിനുണ്ടായിരുന്ന പിതാവായ ദൈവത്തിൻ്റെ സാന്നിധ്യം അവൾ അറിയാതെ അവളിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു സത്യം അവൾ തിരിച്ചറിഞ്ഞു. ആ സത്യം വേറൊന്നുമല്ല, യേശുവിനുള്ള വ്യക്തിത്വത്തെ തിരിച്ചറിഞ്ഞു. ഈശോയോട് അവൾ ഒരു ചോദ്യം ചോദിച്ചു, നീ വരാനിരിക്കുന്ന ക്രിസ്തുവാണോ എന്നൊരു ചോദ്യം ചോദിച്ചു. കൈയടിച്ച് മഹത്വപ്പെടുത്താം, ശക്തിയോടെ കൈയടിച്ച് മഹത്വപ്പെടുത്താം. പ്രിയപ്പെട്ടവരെ, അവിടെ പിതാവായ ദൈവം യേശുവിന്റെ ഹൃദയത്തിൽ നിന്നും അവളുടെ ഹൃദയത്തിലേക്ക് കടന്നു ചെന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു. നിന്നോട് സംസാരിക്കുന്നവൻ വേറെ ആരുമല്ല, ഞാൻ അയച്ചവൻ തന്നെയാണ്. അവൻ എൻ്റെ സ്വന്തമാണ്, അവൻ എൻ്റെ സ്വന്തം മകനാണ്, ഇവനാണ് വരാനിരിക്കുന്ന ക്രിസ്തു. ഓരോ ക്രൈസ്തവരും അറിഞ്ഞിരിക്കേണ്ട സത്യമാണ്, യേശു ക്രിസ്തുവാണ്. കൈയടിച്ച് മഹത്വപ്പെടുത്താം, ശക്തിയോടെ കൈയടിക്കാം, കരങ്ങൾ ഉയർത്തി നടിച്ചേ. യേശു കർത്താവായ ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിനെ അവിടുത്തെ ആരാധിക്കുമ്പോൾ, യേശുവിനെ സ്വന്തമാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് പിതാവായ ദൈവം നൽകുന്ന സമ്മാനമാണ് സ്വർഗം. പ്രൈസ് ദി ലോർഡ്. സ്വർഗം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നാം പഴയ കാലങ്ങൾ മറന്നു പോകരുത്, നാം വന്ന വഴികൾ മറന്നു പോകരുത്, നാം പഴയ സ്നേഹിതരൊക്കെ മറന്നു പോകരുത്. യേശുവിന്റെ മനോഭാവം നമ്മളിലേക്ക് കടന്നു വരണം. ഫിലിപ്പിയർക്കാർക്ക് ലേഖനം 2-ാം അധ്യായത്തിൽ 1-ാം തിരുവചനത്തിന്റെ പ്രകാരം കാണുന്നു, ആകയാൽ ക്രിസ്തുവിൽ എന്തെങ്കിലും ആശ്വാസമോ സ്നേഹത്തിൽ നിന്നുള്ള സാന്ത്വനമോ ആത്മാവിലുള്ള കൂട്ടായ്മയോ എന്തെങ്കിലും കാരുണ്യം അനുകമ്പയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർത്തിച്ച് ഒരേ ആത്മാവ് ഒരേ അഭിപ്രായമുള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്, മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. യേശു ക്രിസ്തുവിനുണ്ടായ ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയാണ്, യേശു ക്രിസ്തുവിന്റെ ഈ മനോഭാവം, നീ എൻ്റെ സഹോദരിയാണ്, നീ എൻ്റെ അമ്മയാണ്, നീ എൻ്റെ അപ്പനാണ്, നീ എൻ്റെ അനുജനാണ്, നീ എൻ്റെ സ്നേഹമാണ്, നീ എൻ്റെ എല്ലാമാണെന്നുള്ള മനോഭാവം. അപ്പോൾ അയൽപക്കത്തുള്ളവരായാലും നമ്മുടെ കുടുംബത്തിലുള്ളവരായാലും നമ്മളുടെ കാര്യങ്ങൾക്കല്ല ഒന്നാം സ്ഥാനം കൊടുക്കരുത്. ഒരിക്കലും നമ്മളാരും സ്വാർത്ഥരാകരുത്, എളിമയുള്ളവരാണ്. താഴ്മ, യേശുവിനെ മനോഭാവം തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശു മരണം വരെ അനുസരണവനായി തന്നെ തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്രമാത്രം ഉയർത്തി. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആയതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ അയൽവക്കത്തുള്ളവരെയൊക്കെ നമ്മൾ കാണുമ്പോൾ ഒന്ന് നോക്കി ചിരിക്കണം. നമ്മൊന്ന് എന്തെൻ്റെ വിശേഷം ഒന്ന് ചോദിക്കണം. എൻ്റെ അമ്മ പറയാറുണ്ട്, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മണം അയൽവക്കത്തുള്ളവരുടെ ഭവനങ്ങളിലേക്ക് കടന്നു ചെല്ലും. അപ്പോൾ അയൽവക്കത്താർ ചോദിക്കും, ഞാൻ കേട്ടിട്ടുണ്ട്, മോളെ ലില്ലി വീട്ടിൽ എന്തോ ഇന്ന് ഉണ്ടാക്കിയത്, ഞങ്ങൾക്കും തരണേ. അപ്പോൾ എൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ട് പറയും, മോനെ അപ്പുറത്തെ വീട്ടിൽ കൊണ്ട് കൊടുക്കണം മോനെന്ന് പറയും. എൻ്റെ അപ്പം വിളിച്ചിട്ട് പറയും, അവർക്ക് കൊടുത്തിട്ട് മതിയടാ നമുക്കും കഴിക്കുന്നത്. ഇതാണ് യേശുവിൻ്റെ മനോഭാവം. ഇവര് മനോഭാവം നമുക്കുണ്ടാകണം. ആയതുകൊണ്ട് ശത്രുതയുടെ ഓടാമ്പലുകൾ ചവിട്ടി പൊളിക്കണം, ശത്രുവിൻ്റെ ഓടാമ്പലുകൾ ചവിട്ടി പൊളിക്കണം. തർക്കങ്ങൾ ഒഴിവാക്കണം, മറക്കണം. ദുരാശകൾ ഒഴിവാക്കണം, മറക്കണം. അസൂയകൾ ഒഴിവാക്കണം, മറക്കണം. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ,
1 യോഹന്നാൻ 4:17 ഇപ്രകാരം കാണുന്നു, 19 ഇപ്രകാരം കാണുന്ന, ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണ്ണനായിട്ടില്ല. അതിനാൽ നാമും അവിടുത്തെ സ്നേഹിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിക്കുന്ന ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു. കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. യേശുക്രിസ്തുവിൽ നിന്ന് ഈ കൽപ്പന നമുക്ക് ലഭിച്ചിരിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കുന്നു. കൈയടിച്ച് മഹത്വപ്പെടുത്താം, ശക്തിയോടെ കൈയടിച്ച് മഹത്വപ്പെടുത്താം. അതെ, കാണപ്പെടാത്ത ദൈവത്തെ നമുക്ക് ഭൂമിയിൽ വെളിപ്പെടുത്തി തന്നവരാണ്. നമുക്ക് മുമ്പേ കടന്നുപോയ അബ്രാഹാം തുടങ്ങി നമ്മൾ എടുക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, കാണപ്പെടാത്ത ദൈവത്തെ വെളിപ്പെടുത്തിയ പൂർവിക മാതാപിതാക്കന്മാരുടെ ആ കൂട്ടായ്മയിലേക്ക്, അപ്പോസ്തലന്മാരുടെ ആ കൂട്ടായ്മയിലേക്ക് നമുക്ക് കടന്നു പോകാം. പഴയ കാലങ്ങളിലേക്ക് പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അന്ന് കർത്താവായ യേശു അപ്പോസ്തലന്മാരെ കൂടെ നടന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതുപോലെ നമ്മുടെ കുടുംബങ്ങളിലും നമുക്കും അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും. കാണപ്പെടുന്ന സഹോദരങ്ങളെ നമുക്ക് സ്നേഹിക്കാം, അവരെ സ്വീകരിക്കാം. അവരെ ഒരിക്കലും നമ്മൾ തള്ളരുത്, തള്ളിക്കളയരുത്, മറക്കരുത്. ഒരു നിമിഷം കൈകൾ കൂപ്പി കണ്ണുകളടക്കാം. ഈശോ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. കാണപ്പെടുന്ന സഹോദരങ്ങളെ സ്നേഹിക്കാത്തവൻ ഒരിക്കലും ദൈവത്തെ കണ്ടിട്ടില്ല. ഈശോ ഇതാ നമ്മുടെ മധ്യേ എഴുന്നള്ളി വന്നു. അപ്പോസ്തലന്മാരുടെ അരികിലേക്ക്, ഭയന്ന് വിറച്ചിരിക്കുന്ന ആ മുറിയിലേക്ക്, ശത്രുതയുടെ ഭയത്തിൻ്റെ ഓടാമ്പലുകൾ തകർത്തുകൊണ്ട് ഈശോ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് ആശ്വാസം. അതെ പ്രിയപ്പെട്ടവരെ, തോമാശ്ലീഹ പറഞ്ഞില്ലേ, നമുക്ക് അവൻ്റെ അടുത്തേക്ക് പോകാം. മറ്റു ശിഷ്യന്മാർ പറഞ്ഞു, അവരോടൊപ്പം മരിക്കാം, നമുക്ക് പോകാം. ഈ ഒരു സന്ദേശം ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.